എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ എള്ള് ലഡുവാണ്. ഈ ഒരു ലഡു തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു തുള്ളി പോലും മധുരം ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ആയതിനാൽ നമ്മുടെ വീട്ടിലുള്ള ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് ഒരു പേടിയും കൂടാതെ കഴിക്കാൻ പറ്റുന്നതുമാണ്. എത്ര കഴിച്ചിട്ടും എന്ത് കഴിച്ചിട്ടും തടിയില്ല, തൂക്കമില്ല എന്ന് പറയുന്ന അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരുടെ ശരീരം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പലവിധ രോഗങ്ങളെ ചെറുക്കാനും നല്ലതാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള എള്ള് ഏത്തപ്പഴം ലഡു തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് എള്ളും ഏത്തപ്പഴവും കൂടി ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരം തയ്യാറാക്കാം. ഇതിനായിട്ട് ആദ്യമേ നമുക്ക് 1 കപ്പ് അളവിൽ എള്ള്, കറുത്ത എള്ളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്തെടുക്കണം. എള്ള് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എള്ള് ചേർത്തൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഈ എള്ള് വാങ്ങി കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ കഴുകാതെയാണ് എടുക്കുന്നതെങ്കിൽ നല്ലതുപോലെ കഴുകിയത് വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ടും. ഇനി എള്ള് നല്ല പോലെ ഒന്ന് പൊട്ടി വരണം, അതുവരെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. എള്ള് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ തലമുടി വളർച്ചയ്ക്കും സ്കിൻ നല്ല ഗ്ലോ ആകുന്നതിന് വേണ്ടിയിട്ട്, ഉറക്കമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അതൊന്ന് പരിഹരിക്കുന്നതിനും നമ്മുടെ കുട്ടികൾക്ക് ഓർമ്മശക്തിയൊക്കെ നിലനിർത്താനൊക്കെ എള്ള് കൊടുക്കുന്നത് വളരെ ഗുണകരമാണ്. എള്ള് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 2 ഏത്തപ്പഴം ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്ത് കൂടെ വെക്കാം. എള്ള് വറുക്കുന്നതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 3-4 ഏലക്ക കൂടെ ചേർക്കാം. ഒരു പിടിയോളം കാഷ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം വറുത്തെടുക്കാം. അങ്ങനെ എള്ള് നല്ലോണം തന്നെ പൊട്ടി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ കാഷ്യൂസും ഒക്കെ നല്ലവണ്ണം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എള്ള് ചൂടാറി വരുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചുകൂടെ വെക്കണം. എള്ള് വറുത്ത് മാറ്റി കഴിഞ്ഞാൽ അതേ പാൻ തന്നെ വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കാണിച്ച 2 പഴം കട്ട് ചെയ്തിട്ട് ചേർക്കാം. പഴം ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. പഴം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് പഴം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം പഴം മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂടി തുറന്ന് വീണ്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഈ പഴം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചുകൂടെ കൊടുക്കണം. ഇനി പഴത്തിലേക്ക് ഒരു കൈപ്പിടിയോളം നാളികേരം തിരുമ്മിയത് കൂടെ ചേർക്കാം. വീണ്ടും നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. ഈ പഴവും നാളികേരവും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരണം. അതിനായിട്ട് ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. പഴത്തുപോലെ നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് വെക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ച് പഴം നമുക്കൊന്നും കൂടെ തുറന്നു നോക്കാം. പിന്നെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പൊ പഴമൊക്കെ ഒന്ന് നല്ലവണ്ണം തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നും മുരിഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഈ ഒരു സമയം വരെ നമ്മൾ ചെറിയ തീയിലാണ് വെച്ചിരുന്നത്. പിന്നെ നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നാളികേരവും പഴമൊക്കെ ഒന്ന് നല്ലവണ്ണം തന്നെ വാടി വരും. ഇപ്പോൾ പഴമൊക്കെ നല്ലതുപോലെ കുഴഞ്ഞ രീതിയിലേക്കൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കുന്നില്ല. പകരമായിട്ട് നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് ചേർക്കുന്നത് ഒരു 10 ഈത്തപ്പഴമാണ്. ഇനിയിപ്പോൾ ഈത്തപ്പഴം ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചൂടാറി വന്നിട്ടുള്ള എള്ള് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അതുപോലെ ഒരു 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിന്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞുകൂടെ എടുത്ത് വെക്കണം. ഇനി നമുക്ക് എള്ളൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ എള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എള്ള് പഴം വാട്ടിയതിലേക്ക് ചേർക്കാം. എള്ള് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈത്തപ്പഴം ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്ത് ഒന്നുകൂടെ കറക്കിയെടുത്തിട്ട് വരാം. അങ്ങനെ നമുക്ക് ഈത്തപ്പഴം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നല്ലവണ്ണം തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. കൈകൊണ്ട് നല്ലവണ്ണം കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയും കൂടെ എടുക്കാം. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നത്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എള്ളൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.